അയപ്പെട്ട നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് BN ഹസ്കർ ചാനൽ ചർച്ചകളിൽ ഇടത് നിരീക്ഷകൻ, ഇടത് സഹയാത്രികൻ എന്ന പേരിലൊക്കെ സ്ഥിരമായി ചാനൽ ചർച്ചകളിലെ പരിചിത മുഖമായിരുന്നു ഹസ്കർ. അദ്ദേഹം പാർട്ടിക്കെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയും വെള്ളാപ്പള്ളി നടേശനെതിരെയും നടത്തിയ ചില പ്രസ്താവനകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ ചില നടപടികളൊക്കെ ഉണ്ടായി. ഇപ്പോൾ പുതിയ മാധ്യമങ്ങൾ കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ അദ്ദേഹം പറയുന്നത്, ഇനി ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക, ഇടത് നിരീക്ഷകൻ അതുപോലെ ഇടത് സഹയാത്രികൻ എന്ന പേരിൽ അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുകയുണ്ടായി. ഈ ഹസ്കറിനെ പോലുള്ള ആൾക്കാരുടെ ഈ നിലപാട് മാറ്റം ശരിക്കും ഈ കഴിഞ്ഞ ദിവസം വസീഫ് അദ്ദേഹത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തു, ഹസ്കറിനെ പരിഹസിച്ചത് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ CPM-നൊരു സഹയാത്രികന്മാരുടെയും അതുപോലെ തന്നെ ഇടത് നിരീക്ഷകരുടെയൊക്കെ ഒരു ദാരിദ്ര്യം അനുഭവിച്ചു തുടങ്ങി. കാരണം വക്താക്കളുടെ ഒരു കുറവ് CPM-ന് നേരിട്ട് തുടങ്ങിയെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റൂലേ? അതായത് ഇപ്പോൾ തുഫേൽ ചോദിച്ച പോലെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ആശയമൊക്കെ എന്നേ പോയി. ഇപ്പൊ ആമാശയ പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. മനസ്സിലായില്ലേ? ആശയത്തിന്റെ സ്ഥാനത്ത് ആമാശയവും, പ്രത്യശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് പ്രത്യശാസ്ത്രം എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് വേറെ പലതുമൊക്കെയാണ് ഇപ്പൊ ഈ പാർട്ടിക്കുള്ളത്. മനസ്സിലായില്ലേ? അതില് ചില അവശേഷിപ്പുകൾ മാത്രമാണ് ഇനി ഈ പാർട്ടിയിലുള്ളത്. അതാണ് തുഫേൽ പറഞ്ഞ ഇടത് ചിന്തകരെന്ന് പറയുന്നവരും, ഇടത് ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്നവരും, ഇടതുപക്ഷത്തോട് അനുഭാവമുള്ളവരും എന്ന് പറയുന്നവര്. അതായത് ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ 20 വർഷം കൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെ ആയത്. 20 വർഷം. 1998 പിണറായിക്കാരനായ വിജയൻ, പിണറായിയിലാണ് ഈ പാർട്ടി ഉണ്ടായെന്ന് പറയുന്നു. പിണറായി ദേശത്തെ വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം അന്ന് വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറിയായി, ഒരു നോമിനേറ്റഡ് പാർട്ടി സെക്രട്ടറിയായി അദ്ദേഹം വരികയാണ് ചെയ്യുന്നത്. അവിടെ മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന് അദ്ദേഹം 2ാമത്തെ ടേം ആണ് മുഖ്യമന്ത്രിയാകുന്നത്. 10 കൊല്ലത്തിനപ്പുറം അദ്ദേഹം മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി. ഇപ്പൊ വീണ്ടും അദ്ദേഹം 15 കൊല്ലം പാർട്ടി സെക്രട്ടറി, 10 കൊല്ലം ആകുന്നു മുഖ്യമന്ത്രി. 25 കൊല്ലം കൊണ്ട് ഈ പാർട്ടിക്കുണ്ടായ മാറ്റമാണ്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നമ്മളൊക്കെ ഈ പറയുന്ന മാധ്യമരംഗത്ത് പല റോളുകളിൽ ഞാൻ പല റോളിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഒരു നിരീക്ഷണത്തോടെ എനിക്ക് ഈ പറയുന്ന തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയുടെയും നേതാക്കൾക്ക് വന്ന മാറ്റം അടുത്ത് നിന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുവേള ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം കേരള കൗമുദി എന്ന ദിനപത്രം VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കി എന്നതിന്റെ പേരിൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് അവരുടെ തലമുതിർന്ന പത്രപ്രവർത്തകൻ BC ജോജോ, മരണപ്പെട്ടു പോയ BC ജോജോ എന്ന തലമുതിർന്ന പത്രപ്രവർത്തകനും ഒരു പറ്റം MB സന്തോഷ് എന്നൊക്കെ പറയുന്ന നമ്മുടെ പേരെടുത്ത പത്രപ്രവർത്തകർ കേരള കൗമുദിയിലെ ഒരു കൂട്ടം പേര് ഇങ്ങനെ അവരൊക്കെ ഈ പറയുന്ന പത്രാധിപർ സുകുമാരൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇടതുപക്ഷ ആശയങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ കേരള കൗമുദി തുടർച്ചയായി മുഖപ്രസംഗവും ഫ്രണ്ട് പേജിൽ വാർത്തയും എഴുതിയതിന്റെയൊക്കെ ഫലമായിട്ടാണ് പാർട്ടിയുടെ ചിന്തകൾക്ക് അതീതമായി VS ഇവിടെ മുഖ്യമന്ത്രിയാകുന്നത്. ആ കേരള കൗമുദിയിലെ ജീവനക്കാരനായി ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി ഈ പറയുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിലെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, VS-ന് വേണ്ടി എഴുതിയ പത്രമല്ലേ, ഞങ്ങളുടെ പാർട്ടിക്കെതിരെ എഴുതിയ പത്രമല്ലേ എന്ന് മരണപ്പെട്ട CPM നേതാക്കൾ ഉൾപ്പെടെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ പോയി പരാതിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി അവിടെ പോവില്ല. അതിൽ ഈ പറഞ്ഞ ഈ 1 മണിക്കൂറിന് മുമ്പ് വായ്ത്താരി വിട്ട AK ബാലൻ എന്ന് പറയുന്ന വലിയ നേതാവ് വരെയുണ്ട്, തോമസ് ഐസക് ഉണ്ട്. അതെന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? ഈ പറയുന്ന VS-നോടുള്ള ദേഷ്യമായിരുന്നു. VS കഴിഞ്ഞു. ഞാൻ ആദ്യം EMS-ന്റെ കാര്യം പറഞ്ഞു, VS കഴിഞ്ഞു. ഇനി ഈ പാർട്ടിയിൽ ആരുമില്ല. ഇവർക്കൊക്കെ ആമാശയം മാത്രം മതി. നമ്മുടെ ലൈഫിൽ നമ്മൾ ആരെങ്കിലും, ഇപ്പൊ അസ്കറിനെ ഞാൻ വളരെ നാൾ മുമ്പ് എന്നെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി അംഗമാണ്, നിലപാടുള്ള ആളാണ്. ആമാശയമായി കലർത്തുന്ന ഒരാളല്ല. പുസ്തക വായന കാര്യങ്ങളും അതായത് തുഫേൽ എന്നെ പറഞ്ഞിട്ടുണ്ട്, റെജി ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ എല്ലാ ചർച്ചയ്ക്കും വിളിക്കണം. അല്ലെ, റെജി ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇങ്ങനെ ചാനലിന്റെ ഫ്ലോറിൽ കാണുന്ന വെളിച്ചത്തിന് മുന്നിൽ താൻ ഇന്ന് ചർച്ചയ്ക്കുണ്ടെന്ന് 1000 പേരെ വിളിച്ചു പറഞ്ഞിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്ന എത്ര പേരെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് മലയാളം ചാനലിലെ ഈ സനീഷ് 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. റെജി ലൂക്കോസ് പണ്ട് ഈ മീഡിയ ഓൺലി ഈ സനീഷ് വർക്ക് ചെയ്ത കാലത്ത് വായിച്ചിരുന്നു. അതെ, പറഞ്ഞോളൂ, എനിക്കറിയാം, സനീഷ് ഉണ്ടായിരുന്ന അറിയാം. റെജി ലൂക്കോസ് ഒരിക്കൽ മീഡിയ ഓണിന്റെ കോഴിക്കോട് സ്റ്റുഡിയോ സന്ദർശിക്കാൻ വന്നപ്പോൾ ഈ സനീഷിനോട് പറയാണ്,
ഞാൻ ഇടത് പക്ഷത്തിന് അനുകൂലമായിട്ട് സംസാരിക്കും. നിങ്ങൾ CPM-ന്റെ പ്രതിനിധികളെ വിളിക്കുന്ന പോലെ എന്നെയും CPM പ്രതിനിധിയായിട്ട് വിളിക്കണം, എനിക്ക് പരമാവധി ചാനൽ ചർച്ചകളിൽ ഇടം തരണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അഭ്യർത്ഥിച്ചുള്ള ആളാണ് റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അത് തുഫേൽ തന്നെ പറഞ്ഞാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് VS-നെ മുഖ്യമന്ത്രിയാക്കാനായി കേരള കൗമുദി പത്രം എഴുതി എന്നൊക്കെ പറഞ്ഞതും അതിന് ശേഷം ഇവരൊക്കെ മന്ത്രിമാരായതിനു ശേഷവും അവർ നോക്കി വെച്ചിട്ടാണ് കേരള കൗമുദിയിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞ് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കാണാൻ പോയത്. പ്രത്യക്ഷത്തിൽ എന്നോട് വിരോധം കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു VS ഇവർക്കെല്ലാം വിലങ്ങ് തടിയായിരുന്നു. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയാണ് തീരുമാനമെടുക്കുന്നത്. അതും യെച്ചൂരി ജീവിച്ചിരുന്നതുകൊണ്ടാണ്. യെച്ചൂരി വന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. ആ പാർട്ടിയൊക്കെ പോയി. VS-ന്റെ മരണം റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഇവിടുന്ന് പോയതാ. ഞങ്ങൾ കണ്ടതാണ്. അവിടെ ഞങ്ങൾ വലിയ ചുടുകാടി ഞങ്ങൾ പോയതാ. ഇവിടുന്ന് ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാം കൂടെ പോയതാ. ഇനി ഈ പാർട്ടി എനിക്ക് തോന്നുന്നില്ല, ആമാശയമായിരിക്കുന്നവരെ സംബന്ധിച്ച് ഇനി ജയരാജും അസ്കർ ഇപ്പൊ പറഞ്ഞ് ഞാനൊരു പിന്നെ കാൽപ്പനിക കമ്മ്യൂണിസ്റ്റ് ആണ്, അതെ, അതിനെയും കളിയാക്കി. അല്ല, ഈ ഹസ്കർ മാത്രമല്ല ചേട്ടാ, ഇപ്പൊ ഇന്നലെ അഡ്വക്കേറ്റ് PA പ്രിജി എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ ഹസ്കറിനെ പോലെ ഇടത് നിരീക്ഷകൻ, ഇടത് സഹയാത്രികനായിട്ട് മിക്ക ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ്. പക്ഷെ ഹസ്കറിന്റെ അത്രയും റെജി ലൂക്കോസിന്റെ അത്രയൊന്നും ചാനൽ സ്പേസ് കിട്ടിയിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും അദ്ദേഹം ചാനൽ ചർച്ച, എനിക്കൊന്ന് എറണാകുളം സ്വദേശിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു, ഞാനിനി ഇടത് നിരീക്ഷകൻ ഇടത് സഹയാത്രികനല്ല, രാഷ്ട്രീയ നിരീക്ഷകനായിട്ടായിരിക്കും, എനിക്കും പല വിയോജിപ്പുണ്ട് എന്ന രീതിയിൽ പുള്ളി പരസ്യമായിട്ട്. നമ്മൾ രണ്ട് പേര് അറിഞ്ഞതാണ്. ഇവർ സമീപിച്ച് ഇനി എത്ര പേര് തിരിച്ചവരോട് പറഞ്ഞു കാണും, ഞങ്ങൾ ഇനി ചർച്ചയ്ക്കില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് എത്ര പേര് നമുക്ക് ഇനി. ഈ ഭരണം അവസാനിക്കാറാകുമ്പോൾ ഇവർക്കൊരു മുഖം നഷ്ടപ്പെടുകയാണ്. വിവരണമായിരിക്കുന്നു. ഇവർക്കൊരു മുഖം നഷ്ടപ്പെടുകയാണ്. ഇവർക്ക് വേണ്ടി ഇപ്പം അസ്കർ എന്ന് പറയുമ്പോൾ, ഞാൻ സത്യം പറഞ്ഞാൽ അസ്കറിനെ എല്ലാവരും കൂടെ കളിയാക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്നെ ടാർഗറ്റ് ചെയ്ത ഒരു കൂട്ടം പേർക്ക് വേണ്ടി ഞാൻ നടത്തിയ ഒരു സർഗാസമാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് അദ്ദേഹം. അല്ല, അസ്കർ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സംസ്ഥാന സർക്കാരും പാർട്ടിയും നൽകിയ ഇടത് നിരീക്ഷകൻ എന്ന പദവി രാജിവെച്ചു. ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കൈപ്പറ്റിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടിച്ചു. പിന്നെ ഔദ്യോഗിക വാഹനം, ഡ്രൈവർ, ഗൺമാൻ എന്നീ സൗകര്യങ്ങൾ തിരികെ നൽകിയതായും ഔദ്യോഗിക വസതി ഒഴിഞ്ഞതായും അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു. അതായത് പുള്ളി ഇടത് അഭിഭാഷക സംഘടനയിലൊക്കെ ഉണ്ടല്ലോ പുള്ളിക്ക്, അതുകൊണ്ട് പുള്ളിക്ക് കുറെ ഔദ്യോഗിക വാഹനവും ഡ്രൈവറും അങ്ങനെ ആനുകൂല്യങ്ങളുണ്ട്. അതെല്ലാം പുള്ളിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ, നേടിയ സാമ്പത്തികമായ പുള്ളി നേടിയ നേട്ടങ്ങളെല്ലാം സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടിച്ചെന്ന് പുള്ളി പരസ്യമായിട്ട് ഫേസ്ബുക്ക് ഇട്ടേക്ക്. ഏതായാലും നമുക്കിതിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇവര് കളിയാക്കുന്ന പോലെ ഒരു അസ്കർ പോയി എന്നുള്ളതായിരിക്കാം. പക്ഷേ ഈ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും മുച്ചൂടും മുടിഞ്ഞു പോകത്തക്ക രീതിയിലൊന്നും ആരും ഒന്നും സംസാരിക്കാതെ ഇരിക്കാനൊന്നും കിട്ടില്ല എന്നൊന്നും ആരും ധരിക്കണ്ട. ഈ പാർട്ടിക്ക് ഒരു അസ്കർ അയാൾ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞു. ഒരു റെജി ലൂക്കോസും ഒരു ജയരാജും അല്ലെങ്കിൽ ഇനി വേറെ പലരും അതുപോലുള്ളവരൊക്കെ തന്നെ വെറുതെ ഞാനൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു, അല്ലയോ കൂട്ടുകാരെ ഞാനിതാ വിളിച്ചെത്തിരിക്കുന്നു, നിങ്ങൾ കാണൂ എന്ന് വിളിച്ചു പറയുന്നവർ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവന്മാരൊന്നും ഇനി വേണ്ട. അസ്കർ പറഞ്ഞോട്ടെ, അങ്ങനെ പറയുന്നതിൽ കാര്യങ്ങളുണ്ട്. പാർട്ടി ഒരു വേള അദ്ദേഹത്തിന്റെ നാവിനെ ഭയപ്പെട്ടു. അതാണ് അദ്ദേഹം പറഞ്ഞ വേറെ കാര്യം കൂടി ഉണ്ട് ചേട്ടാ. 1996 തെറ്റുതിരുത്തൽ രേഖയിൽ പറയുന്നുണ്ട്. അതായത് സർക്കാർ ജനപ്രതിനിധികൾ, സർക്കാരിലെ രേഖയാണോ പറയുന്നത്? അല്ല, 96 സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത്, അതായത് നായനാർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തെറ്റുതിരുത്തൽ രേഖ, ഞാൻ അങ്ങനെ വായിച്ചതാണ്, എനിക്ക് അതിനെ കുറിച്ച് ആഴത്തിൽ എനിക്കറിയില്ല. അതിൽ അത് പറയുന്ന അസ്കർ പറയുന്നുണ്ട്, സർക്കാർ ജനപ്രതിനിധികള് സർക്കാർ വാഹനങ്ങളിൽ സ്വകാര്യ വ്യക്തികളെയോ മറ്റു വ്യക്തികളെയോ കയറ്റിക്കൊണ്ടുപോകാൻ പാടില്ല. പിണറായി വിജയൻ ചെയ്തത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനെ കയറ്റിക്കൊണ്ടുപോയതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അസ്കർ ആ പരാമർശം നടത്തിയത്. തീർച്ചയായിട്ടും. അതായത് നമുക്കിതോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് അസ്കർ പാർട്ടി ലൈനിൽ നിന്ന് മാറി എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ഡിബേറ്റ് ഞാൻ കേട്ടായിരുന്നു. അന്ന് ആ ചർച്ച നയിച്ചത് പി ജി സുരേഷ് കുമാറാണ് ആ ചർച്ച നയിച്ചത്. അപ്പോൾ ഒരിക്കലും എനിക്കും അതിശയം ഉണ്ടായി. കാര്യം ഇന്നലെ വരെ അദ്ദേഹം ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഒരു ചാവേറായി നിന്ന ആള് ജോസഫ് സി മാത്യു സാർ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ. പിന്നെ ഉമേഷ് ബാബു ഉണ്ടായിരുന്നു, അല്ല നമ്മുടെ കാരശ്ശേരി മാഷ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ശരിക്കും അതിശയിച്ചു പോയി. കാര്യം ഈ അസ്കർ തന്നെയാണോ ഇത് സംസാരിക്കുന്നതെന്ന് നമ്മൾ ഈ നുള്ളി നോക്കി ഉറപ്പുവരുത്തുമെന്ന് പറയില്ലേ, അതുപോലെയാണ് നമുക്ക്. അത് എന്തുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു വ്യക്തിത്വം ഇത്തരത്തിൽ പറഞ്ഞെന്ന് ചോദിച്ചാൽ, CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ന് എവിടെ നിൽക്കുന്നു,
ഒരു യഥാർത്ഥ പാർട്ടി സ്നേഹിയുടെ നിരീക്ഷണത്തിൽ ഈ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇതൊന്നും കണ്ടാലൊന്നും ഇവിടുത്തെ പിന്നെ ഭയങ്കര കൊടികെട്ടിയ സഖാക്കൾക്ക്, കുട്ടി സഖാക്കളല്ല, കൊടികെട്ടിയ സഖാക്കള്, കുതിരയ്ക്ക് കൊമ്പ് കൊടുത്ത പോലെ മതിച്ച് അഹങ്കരിക്കുന്ന സഖാക്കൾക്ക് മനസ്സിലാവില്ല.